Hey, hello, welcome back. It's Machatraj and you are listening to Bits of Life. പുതിയ വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഗൈസ്. ഈ കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ഞാൻ ഒരു ഷോർട്സ് കാണാനിടയായി. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെക്കാം കേട്ടോ. നമ്മുടെ നാടും സംസ്കാരവും അടുത്ത് കാണുവാൻ വന്ന ആളുകൾ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. മലിനമായി കിടക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ദുരവസ്ഥ കണ്ട റഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. Still disappointed about the debris and trash around the beach. I don't understand why the community can't all pitch in and everyone come bring a bag and clean up. The government, I feel, or the local ministries should give some incentive to the people and encourage them to come and clean. It would beautify the place. This area is so nice, but too much trash. നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് ഒരു എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, വളരെ പരിചിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ലൊക്കേഷൻ. ഒരുപാട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്, ചുമ്മാ കറങ്ങാൻ പോകുന്നവരുണ്ട്, ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ന്യൂ ഇയറിൻ്റെ ടൈമിലെങ്കിലും പോകുന്നവരുണ്ടാകും. സോ അവിടെ പോയിട്ടുള്ള കാര്യം വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് അടിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. സോ കഴിഞ്ഞ ദിവസം 24 ന്യൂസ് കൊടുത്തുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു ഇട്ടിട്ടുള്ള ഷോർട്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫോർട്ട് കൊച്ചി ബീച്ച് വന്നിട്ട് ഒരുപാട് ഏഷ്യൻസ്, ഏകദേശം 25-ഓളം ഏഷ്യൻസ് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അതായത് ഒരു നാട്ടിൽ വരുവാണ്, അവിടെ ഒരു കാര്യം കാണുകയാണ്, വളരെ മോശമായി കിടക്കുന്നത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ടൂറിസം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അത്രത്തോളം യോജിച്ചിട്ടുള്ളൊരു കാര്യമല്ല. ഞാനിവിടെ പറയുന്നത് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യേണ്ടെന്നോ, അല്ലെങ്കിൽ വളരെ പൊല്യൂട്ടഡായി കിടക്കുന്നത് നല്ലതാണെന്നോ, അല്ലെങ്കിൽ ആ ഒരു പൊല്യൂട്ടഡായി കിടക്കുന്ന സംഭവത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതെന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ വന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ആ ഒരു ഇതിലെ ക്യാപ്ഷൻ, ചില ന്യൂസുകൾ കൊടുത്തുള്ള ക്യാപ്ഷൻ എന്ന് വെച്ചാൽ, അവസാനം ഇവിടെ കേരളത്തിൽ റഷ്യക്കാർ വരേണ്ടി വന്നു ഈ ഒരു ബീച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ബാക്കി എല്ലാവരും വന്ന്, ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് വേസ്റ്റ് ഇട്ട് പോകുവാണ്, അവർക്കൊന്നും മൈൻഡ് ആകുന്നില്ല. ഏറ്റവും അവസാനം ലാസ്റ്റ് ചോയ്സ് എന്ന നിലയിൽ വന്നിട്ട് റഷ്യക്കാർ ക്ലീൻ ചെയ്ത് പോയി എന്നൊക്കെയാണ് പലരും ന്യൂസ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ എന്താണ്, അയ്യോ ഇതാണല്ലേ മലയാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറയാനുള്ള ഒരുപാട് കമൻറ്റുകളും കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിലൊക്കെ ഒരു സത്യമുണ്ട്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് ആ ഒരു സാധനം ക്ലീൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ്, ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. ഒരു ഫോർട്ട് കൊച്ചി ബീച്ച് ഒരു നാണക്കേട് തന്നെയാണ്. അത് ഇന്നും നാളെ തുടങ്ങിയല്ല ഈ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. കാരണം അവർ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായ സങ്കടം തോന്നുന്നത്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഈ ബീച്ചിന് വേണ്ടി ചിലവാക്കുന്നതെന്ന് പറയുന്നത്. എവിടെ ഒന്നും ചിലവാക്കണമെന്നില്ല. 10-25 റഷ്യക്കാർ വന്ന് കംപ്ലീറ്റും ഈ അവശിഷ്ടങ്ങളും ഇവിടുത്തെ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ചാക്ക് കാശ് കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ചാക്ക് ഇതിൽ നിറച്ച് വെച്ചിട്ട് കോർപ്പറേഷൻ കൗൺസിലർ പറയണത് എന്താണെന്നറിയോ, ഞങ്ങളിത് കൊണ്ടുപോകാൻ പണ്ടില്ല എന്നാണ്. പക്ഷേ ഇത് ആരും ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇവിടെ നിരവധി NGOs, ഒരുപാട് നോൺ ഗവൺമെൻറ്, പക്ഷേ ഇതാരും ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇവിടെ നിരവധി NGOs, ഒരുപാട് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കോളേജിലെ വിദ്യാർത്ഥികൾ, സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ വന്നിട്ട് എല്ലാ മാസവും ആഴ്ചകളിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. ഇപ്പോഴും ഞാനും ആലോചിക്കുന്നു, ഞങ്ങളെ NGOs ഒക്കെ വെച്ചിട്ട് ക്ലീനപ്പ് ഡ്രൈവ്സിനൊക്കെ പോകുന്ന സമയത്ത് ഞാനും ആലോചിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ഇത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും, എത്ര നാളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാലും ഒരിക്കലും അത് ക്ലീൻ ആവത്തില്ല കേട്ടോ. ഇങ്ങനെ വീണ്ടും വേസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ തന്നെ പോകുന്ന സമയത്ത് തന്നെ വേസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മളെല്ലാ തവണ പോകുമ്പോഴും അത്രത്തോളം വേസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് പായലുകളുടെ കാര്യമൊക്കെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇതിനൊക്കെ ഞാനിങ്ങനത്തെ കാര്യമൊക്കെ പറയുന്ന സമയത്തും ഞാൻ ആ ഒരു ബീച്ച് ക്ലീൻ ആക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണോ ഒന്നുമല്ല പറയുന്നത്. ക്ലീനായിരിക്കണം. നമ്മളിപ്പോഴും വെളിയിൽ ഒരു ബീച്ചിൽ, നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എത്രത്തോളം ക്ലീൻ ആണെന്ന്. നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, ഒരു പേപ്പർ പോലും അവിടെ കിട്ടത്തില്ല. അത് അത്രയും ക്ലീൻ ആയിട്ട്, അവിടെ എൻട്രൻസ് തന്നെ അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അത്രയും ക്ലോസ് ചെയ്തിട്ട്, അത്രയും റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു
ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് അവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. സോ സിമിലർ ആയിട്ടുള്ള രീതിയിൽ നമുക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസ്, ഒരുപാട് വീടുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ എങ്ങനെയായാലും നമുക്ക് അത് ഒരു ക്ലോസ് ആയിട്ട് വെച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു പരിധിവരെയൊക്കെ വേണ്ടിക്കലൊന്ന് ട്രൈ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ അതൊക്കെ. സോ പ്ലാസ്റ്റിക് കൺട്രോൾ അതൊക്കെ ചെയ്യാം. ഒരുപാട് ഞാൻ ഇപ്പോഴേ വർക്ക് ചെയ്യുന്ന NGOs ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് ഓർഗനൈസേഷൻസ് ആണെങ്കിലും ഒരുപാട് സ്കൂളിലെ കോളേജിലെ വിദ്യാർത്ഥികളാണെങ്കിലും ഒരുപാട് NSSലെ കുട്ടികളാണെങ്കിലും ഒക്കെ പോയിട്ട് ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ്. അത് പിന്നെയും വേസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. അതിന് കാരണക്കാർ ഇവിടുത്തെ ജനങ്ങളും വെളിയിൽ നിന്ന് വരുന്ന ഫോറിനേഴ്സൊക്കെയാണ്. അവിടെ എത്രത്തോളം നമ്മളിപ്പോഴേ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിന്നുകൾ വെച്ചാലും വീണ്ടും വേസ്റ്റുകൾ വെളിയിൽ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കടലിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യം കരക്കടിഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു റഷ്യക്കാർ അവിടെ നിന്ന് ഇങ്ങ് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു ഇതിലേർപ്പെടുക എന്ന് പറയുന്നത് ഓക്കെ, അത് അവർ അപ്രിസിയേഷൻ ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കും ഒരു തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ഫോറിനർ വന്ന് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി റേറ്റിങ്സ് കിട്ടും, കുറച്ചുകൂടി പ്രേക്ഷകർ കിട്ടും. പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ വളച്ചൊടിച്ച് ന്യൂസ് കൊടുക്കുന്നത് ശരിയല്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം കാണുന്നത്. സൈനിങ് ഓഫ്. ബൈ.